ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഏതൊരാൾക്കും വളരെ ലളിതമായിട്ട് മലയാളത്തിൽ പോസ്റ്ററുകളും ബാനറുകളും അതുപോലുള്ള സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകളും പല പരിപാടികളുടെയും പ്രചരണത്തിന് ആവശ്യമായ പോസ്റ്ററുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ പബ്ലിസിറ്റി ചെയ്യുവാൻ ആവശ്യമായ ഫ്ലയറുകൾ മറ്റു കാര്യങ്ങളുമൊക്കെ ഡിസൈൻ ചെയ്യുവാൻ കഴിയുന്ന ഒരു ലളിതമായ ഒരു മാർഗമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിച്ച് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഇത്തരത്തിൽ ഡിജിറ്റൽ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്യാൻവ എന്നത്. ഇത് മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വെബ് ബ്രൗസറുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഗൂഗിൾ ക്രോമോ അതുപോലെ മോസില്ല പോലെയുള്ള ബ്രൗസറുകൾ വഴി canva.com എന്ന് ടൈപ്പ് ചെയ്ത് ആ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ടൻറ്റുകൾ, പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ പ്ലേ സ്റ്റോറിൽ ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻവയും സമാനമായ മറ്റ് ആപ്ലിക്കേഷനുകളും ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. അതിൽ ക്യാൻവ എന്ന ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ക്യാൻവയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ടെംപ്ലേറ്റുകളുടെ സഹായത്താലാണ്. അവയിൽ നമുക്ക് ആവശ്യമായ എഡിറ്റിങ്ങുകൾ വരുത്തിയാണ് നമ്മൾ നമ്മുടേതായ പോസ്റ്ററുകൾ തയ്യാറാക്കുന്നത്. മൊബൈലിൽ ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർ അതുവഴിയും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ നമ്മുടെ വെബ് ബ്രൗസറിൽ canva.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തുകൊണ്ട് ക്യാൻവയുടെ വെബ് പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. ഹോം പേജ് തുറന്നു വരുമ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ പ്രസൻറ്റേഷൻ, വീഡിയോ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ലോഗോ, ഫ്ലെയർ, സോഷ്യൽ മീഡിയ, യൂട്യൂബ് തമ്പനെയിൽ തുടങ്ങിയവയൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യുവാൻ സാധിക്കും. നമ്മൾ ഈ ക്യാൻവ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിന് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, അഥവാ സൈൻ അപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് 3 ഓപ്ഷനുകളാണ് ക്യാൻവ നമുക്ക് ഓഫർ ചെയ്യുന്നത്. ക്യാൻവ ഫ്രീ ആണ് ഒന്ന്, അതുപോലെ ക്യാൻവ പ്രോ, എൻ്റർപ്രൈസസ് എന്നീ വേർഷനുകൾ ക്യാഷ് കൊടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഫ്രീ ആയിട്ടുള്ള വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ കണ്ടൻറ്റുകൾ നമുക്ക് ഡിസൈൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് സൈൻ അപ്പ് ചെയ്യുന്നതിന് ഗെറ്റ് ക്യാൻവ ഫ്രീ എന്ന ഈ ഒരു ബട്ടണോ അല്ലെങ്കിൽ സൈൻ അപ്പ് എന്ന ബട്ടണോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ സൈൻ അപ്പ് ചെയ്യുവാനുള്ള ഓപ്ഷനുകൾ ഒന്നിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി, അതായത് ഗൂഗിളിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ ഓപ്ഷനുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ അടുത്ത ഒരു വിൻഡോയിലേക്ക് പ്രവേശിക്കും. അവിടെ നമ്മൾ ഗൂഗിളാണ് എൻ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ ജിമെയിൽ ഐഡിയും പാസ്വേഡും നൽകിയിട്ട് എൻ്റർ ചെയ്യുക. അതോടുകൂടി നമ്മളുടെ ആ ഒരു ഇമെയിൽ ബോക്സിലേക്ക് ക്യാൻവ ഒരു മെയിൽ അയക്കും. നമ്മുടെ ഈ അക്കൗണ്ട് കൺഫേം ചെയ്യുവാനുള്ള മെയിലാണ് അയക്കുക. നമ്മൾ നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഈ കാണുന്ന രീതിയിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടാവും. ക്യാൻവയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. കൺഫേം യുവർ ഇമെയിൽ അഡ്രസ്സ് എന്നാണ് ഇതിലുണ്ടാവുക. ഇതിൽ ഈ ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ രജിസ്ട്രേഷൻ കൺഫേം ആകുന്നു. ശേഷം നമ്മൾ ക്യാൻവയുടെ ഹോം പേജിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടും. അല്ലെങ്കിൽ നമ്മൾ canva.com എന്ന് വീണ്ടും ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തതിന് ശേഷം സൈൻ ഇൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏത് ID ഉപയോഗിച്ചാണോ സൈൻ അപ്പ് ചെയ്തിട്ടുള്ളത് ആ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സൈൻ അപ്പ് എന്ന ബട്ടൺ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ പേരോ അല്ലെങ്കിൽ പേരിൻ്റെ ആദ്യാക്ഷരമോ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ക്യാൻവയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ടെംപ്ലേറ്റുകളുടെ സഹായത്തോടു കൂടിയാണല്ലോ. മുൻകൂട്ടി തയ്യാറാക്കിയ ഡിസൈനുകളിൽ നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യുക. ആ ടെംപ്ലേറ്റ്സുകൾ ലഭിക്കുന്നതിന് ഇവിടെ മെനു ബാറിലെ ടെംപ്ലേറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ടെംപ്ലേറ്റ്സുകളുടെ ഒരു പേജിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്. താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഓരോ കാറ്റഗറിയിലും പെട്ട ടെംപ്ലേറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ലോഗോസ്, വെബ് ബാനേഴ്സ്, ഫ്ലയേഴ്സ്, അങ്ങനെ പലതും. ചിലതൊക്കെ ഫ്രീ ആണ്, മറ്റു ചിലത് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം, ഫ്രീ ആയിട്ടുള്ളത് ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടാകും. മറ്റ് പ്രോ ആണെങ്കിൽ അതിലൊരു കിരീടത്തിൻ്റെ ചിഹ്നമുണ്ടാകും, അതല്ലെങ്കിൽ ഡോളറിൻ്റെ ചിഹ്നമുണ്ടാകും. അപ്പോൾ ഇത് നോക്കിയിട്ട് ഫ്രീ ആയിട്ടുള്ള വേർഷനുകൾ ഉപയോഗപ്പെടുത്തുകയാണ് നമുക്ക് ഉചിതമായിട്ടുള്ളത്. ആവശ്യമായ കാറ്റഗറിയിൽപ്പെട്ട ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് അതിലാവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മുടേതായ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ബാനർ അതല്ലെങ്കിൽ ഒരു ലോഗോയോ തയ്യാറാക്കാവുന്നതാണ്. ഞാൻ ഇതിൽ നിന്നും ഈ ഫ്ലയർ എന്ന കാറ്റഗറിയിൽപ്പെട്ട വാക്സിൻ രജിസ്ട്രേഷൻ എന്ന ഈ തലക്കെട്ടുള്ള ഈ ഒരു ഫ്ലയർ എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ തന്നെ ഒരു മലയാള വേർഷൻ ഉണ്ടാക്കുവാൻ പോവുകയാണ്. അതിനായി
ഈ ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മറ്റൊരു പേജിലേക്ക് പ്രവേശിക്കും. ഇതിൽ കാണുന്ന ഈ കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് എഡിറ്റ് ചെയ്യുവാനുള്ള മറ്റൊരു പേജിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇവിടെ ഈ ഒരു ടെംപ്ലേറ്റ് കസ്റ്റമൈസ് ചെയ്ത് അഥവാ എഡിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനുള്ള എല്ലാവിധ ടൂൾസും ഈ ഒരു പേജിലാണ് ഉണ്ടാവുക. ഈ പേജിൽ തന്നെ ടെംപ്ലേറ്റിൻ്റെ ഡിസൈൻ നമുക്ക് ആവശ്യമെങ്കിൽ മാറ്റാം. ഇവിടെ ഈ ഒരു സൈഡിൽ കാണുന്ന ടെംപ്ലേറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ പേജിൽ താഴെ കാണുന്ന ഈ ഒരു ബാർ ഉപയോഗിച്ചുകൊണ്ട് അത് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഈ ഇമേജിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിൽ ഈ കർസർ മൂവ് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ആവുന്ന ഓരോ എലമെൻറ്റും നോക്കിയാൽ അറിയാം. ഇതിലുള്ള ഓരോ സംഗതികളും ഓരോ എലമെൻറ്റുകളാണ്. ഓരോന്നും നമുക്ക് പ്രത്യേകം എഡിറ്റ് ചെയ്ത് ടെക്സ്റ്റുകളാണെങ്കിൽ ഈ ടെക്സ്റ്റുകളുടെ ഫോണ്ടുകൾ മാറ്റാം. ഇത് മലയാളത്തിലേക്ക് മാറ്റാം. അതുപോലെ ഇതിൻ്റെ കളറ് സൈസ് എല്ലാം നമുക്ക് മാറ്റാം. അതുപോലെ ഇമേജുകൾ റൊട്ടേറ്റ് ചെയ്യാം, റീസൈസ് ചെയ്യാം. അതല്ലെങ്കിൽ മറ്റ് ഇമേജുകൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ്സിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുവാൻ സാധിക്കും. ഞാൻ ഈ പോസ്റ്ററിനെ ഇനി മലയാളീകരിക്കാൻ പോവുകയാണ്. അതിനായി മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ സാധാരണ ഉപയോഗിച്ച് വരുന്നത് വരമൊഴി എഡിറ്റർ എന്ന സോഫ്റ്റ്വെയർ ആണ്. ഇത് നമുക്ക് വെബ്സൈറ്റിൽ നിന്നും ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി കുറച്ച് അങ്ങോട്ട് പോയതിനു ശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് മലയാളം ടൈപ്പ് ചെയ്യാനുള്ള മറ്റൊരു വഴി കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ഞാൻ വരമൊഴി എഡിറ്റർ ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തിൽ അതായത് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുകയാണ്. ഇതിൽ ആദ്യമായിട്ട് ഫോണ്ട് സെറ്റ് ചെയ്യണം. ഇതിൽ ML ഫോണ്ടോ യൂണിക്കോഡ് ഫോണ്ട് അങ്ങനെ പല ടൈപ്പിലുള്ള ഫോണ്ടുകൾ വരമൊഴിയിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് പല സ്വഭാവത്തിലുള്ള ഫോണ്ടുകളിലേക്ക് കൺവെർട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ വരമൊഴി ഉപയോഗിച്ച് വരുന്നത്. വരമൊഴിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ക്യാൻവയിൽ ടൈപ്പ് ചെയ്യുന്നതിനായിട്ട് 5 ഓൾഡ് ലിപി എന്ന ലിപിയാണ്, അതായത് അതൊരു യൂണിക്കോഡ് ഫോണ്ടാണ്. ആ ഫോണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ ഈ കണ്ടന്റ് നമ്മൾ മലയാളത്തിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ വലതുപക്ഷത്തുള്ള വിൻഡോയിൽ അതിൻ്റെ മലയാളം ടൈപ്പായി വരുന്നതാണ്. അതിനുശേഷം ആ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ക്യാൻവയിൽ വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് ആവശ്യാനുസരണം സൈസ് കൂട്ടിയോ കുറച്ചോ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്വഭാവത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇവിടെ ഈ ടെക്സ്റ്റിൻ്റെ ലെയർ മുകളിലും അതിൻ്റെ താഴെയായിട്ട് മറ്റൊരു ലെയർ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ബ്ലാക്ക് റെക്ടാങ്കുലർ അതിൻ്റെ താഴെയായിട്ടുണ്ട്. അതിൻ്റെ കളർ നമുക്ക് പ്രത്യേകമായി മാറ്റാവുന്നതാണ്. ആ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളറോ വലിപ്പമോ ഒക്കെ മാറ്റാവുന്നതാണ്. ഇനി മലയാളത്തിൽ നിങ്ങൾക്ക് മംഗ്ലീഷിൽ അനായാസം ടൈപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു വഴി കൂടി കാട്ടിത്തരികയാണ്. നമ്മുടെ കമ്പ്യൂട്ടറിലെ സെർച്ച് ബാറിൽ ലാംഗ്വേജ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജിൻ്റെ സെറ്റിംഗ്സ് പേജിലേക്ക് പ്രവേശിക്കും. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിലുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇതിലുണ്ടാവും. അതുകൂടാതെ നമ്മൾ മറ്റ് ലാംഗ്വേജുകൾ ഏതെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഈ ആഡ് ലാംഗ്വേജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ഈ ഒരു ചൂസ് എ ലാംഗ്വേജ് ടു ഇൻസ്റ്റാൾ എന്ന ഈ ഒരു വിൻഡോയിൽ നമ്മൾ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം മലയാളത്തിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. അതോടുകൂടി ആ ഒരു മലയാളം പാക്ക് കൂടി നമ്മുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഈ മലയാളത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രണ്ട് ബട്ടണുകൾ ഓപ്ഷൻ, റിമൂവ് എന്നിവ തുറന്നു വരും. അതിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു വിൻഡോയിലേക്ക് തുറക്കുകയും ഇവിടെ നമുക്ക് കീബോർഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നിലവിൽ മലയാളം ഇൻസ്ക്രിപ്റ്റ് എന്നൊരു കീബോർഡ് ഉണ്ടാവും. നമുക്ക് വേണ്ടത് മലയാളം ഫോണറ്റിക് എന്ന കീബോർഡാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്ക്രിപ്റ്റ് എന്ന കീബോർഡ് വേണമെങ്കിൽ ഒഴിവാക്കാം, അതല്ലെങ്കിൽ നിലനിർത്താം. കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഞാൻ ഇൻസ്ക്രിപ്റ്റ് ഒഴിവാക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ മലയാളം ഫോണറ്റിക് എന്ന കീബോർഡാണ് ഉള്ളത്. ഇനി ഇവിടെ ഈ ലാംഗ്വേജ് ബാറിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷും ഉണ്ടാവും, ഒപ്പം മലയാളം ഫോണറ്റിക് എന്നുള്ള ഈ കീബോർഡും ഉണ്ടാവും. നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യേണ്ടുന്ന സാഹചര്യം വരുമ്പോൾ ആ ഒരു ബട്ടൺ ആക്റ്റീവ് ആക്കുക. അതിനുശേഷം എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ മലയാളത്തിലുള്ള ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കിനോട് ഏറ്റവും അധികം സാമ്യമുള്ള വാക്കായിരിക്കും ഏറ്റവും മുകളിലുണ്ടാവുക. അതിന് താഴെയായിട്ട് ഇംഗ്ലീഷ് നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് തന്നെ ഉണ്ടാവും. അതിൻ്റെ താഴെയായിട്ട് മറ്റ് സമാനമായ വാക്കുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് വാക്കാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ വാക്ക് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ മലയാളം കണ്ടന്റ് ടൈപ്പ് ചെയ്ത് പൂർത്തീകരിക്കാവുന്നതാണ്. ടൈപ്പിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ ഈ ഒരു ഡിസൈനിൽ വരുത്താൻ സാധിക്കും. ഇതിലുള്ള ഓരോ കമ്പണൻറ്റും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കമ്പണൻറ്റ് എഡിറ്റ് ചെയ്യുവാൻ ആവശ്യമായ ടൂൾസ് മെനു ബാർ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇതിനനുസരിച്ച് നമുക്ക് മാറ്റാൻ കഴിയും. ഇപ്പോൾ ഫോണ്ട് ക്ലിക്ക് ചെയ്തപ്പോൾ ഫോണ്ട് എഡിറ്റ് ചെയ്യുവാൻ ആവശ്യമായ ടൂൾസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അത് മാറ്റിയിട്ട് ഈ ഒരു എലമെൻറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ
അവിടെ ആ ഒരു എലമെൻറ്റ് എഡിറ്റ് ചെയ്യാൻ ആവശ്യമായ ടൂൾസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോ സംഗതികൾക്കും അതിനനുസരിച്ചുള്ള ടൂൾസാണ് ഇവിടെ ഉണ്ടാവുക. നമ്മൾ ടെക്സ്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ, ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഫോണ്ടുകൾ ഇവിടെ കാണിക്കും. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായ ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രധാനമായും 4 മലയാളം ഫോണ്ടുകളാണ് ക്യാൻവയിൽ ലഭ്യമായിട്ടുള്ളത്. ഒന്ന് കേരളീയം എന്ന ഫോണ്ടാണ്. ഇവിടെ ഈ ഫോണ്ടിൽ സെർച്ച് ബാറിൽ നമ്മൾ കേരളീയം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേരളീയം എന്ന ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഫോണ്ട് രചന എന്ന യൂണിക്കോഡ് ഫോണ്ടാണ്. രചന എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രചന എന്ന ഫോണ്ട് ലിസ്റ്റ് ചെയ്യും, അത് സെലക്ട് ചെയ്യാം. മോട്ടോ സെറിഫ് മലയാളം എന്ന മറ്റൊരു ഫോണ്ടും. ഈ 4 ഫോണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് മലയാളത്തിൽ പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ തയ്യാറാക്കുവാൻ നമുക്ക് സാധിക്കും. ഇതിലുള്ള കമ്പണൻറ്റുകൾ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് അതായത് കമ്പണൻറ്റുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ഈ മെനു ബാറിലെ ടൂൾസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. കളർ ചേഞ്ച് ചെയ്യുന്നതിന് ഈ കളർ മെനുവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആവശ്യമായ കളർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ക്രോപ്പ് ചെയ്യുവാനും ഫ്ലിപ്പ് ചെയ്യുവാനും ആനിമേറ്റ് ചെയ്യുവാനുമുള്ള ഓപ്ഷനുകൾ ഈ മെനു ബാർ ലഭ്യമാണ്. ട്രാൻസ്പെറൻസി കുറയ്ക്കുവാനും ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രാൻസ്പെറൻസി നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ നമുക്കൊരു ലെയർ ലോക്ക് ചെയ്യണമെങ്കിൽ ഈ ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പണറിൽ യാതൊരുവിധ മാറ്റങ്ങളും വരുത്തുവാൻ നമുക്ക് സാധിക്കില്ല. ഈ ലോക്ക് മാറ്റിയാൽ മാത്രമാണ് നമുക്കിനി അതിൽ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുക. ഈ ഒരു ഡിസൈനിലേക്ക് നമുക്ക് ഇനിയും കൂടുതൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഈ മെനു ബാറിൽ നിന്നും ഈ ഒരു ടെക്സ്റ്റ് എന്ന ഐക്കൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോട്ടോസ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ കമ്പ്യൂട്ടറിലോ മറ്റോ ഒക്കെയുള്ള ഫയലുകൾ, ഇമേജ് ഫയലുകളോ മറ്റോ അപ്ലോഡ് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിസൈനിലുള്ള ഓരോ കമ്പണൻറ്റും നമുക്ക് റൊട്ടേറ്റ് ചെയ്യുവാനോ റീസൈസ് ചെയ്യുവാനോ ഒക്കെ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു ആരോ മാർക്ക് ഡ്രാഗ് ചെയ്തിട്ട് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ ഈ ഒരു ഐക്കൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റൊട്ടേറ്റ് ചെയ്യാം. ഇത്തരത്തിൽ നമുക്ക് തൃപ്തികരമായ രീതിയിലേക്ക് ഈ ഒരു ഡിസൈൻ എത്തിയതിനു ശേഷം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇമെയിൽ തുടങ്ങി എല്ലായിടത്തേക്കും നമുക്കിത് ഷെയർ ചെയ്തും പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പോസ്റ്റർ ഡൗൺലോഡ് ചെയ്യുന്നതിന് ഈ മെനു ബാറിലുള്ള ഈ ഒരു ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ഫോർമാറ്റ് ഏത് എന്ന് സെലക്ട് ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. PDF പ്രിൻ്റ് എന്നുള്ളതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഓപ്ഷനുകൾ ലഭിക്കുന്നതാണ്. ഇവിടെ PNG ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. PNG ഹൈ ക്വാളിറ്റി ഇമേജ് ഫയലാണ്. JPG ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത് സ്മാൾ ഫയൽ സൈസാണ്, എന്നിരുന്നാൽ പോലും നല്ല ക്വാളിറ്റിയുള്ള ഫയലായിരിക്കും നമുക്ക് ലഭിക്കുക. കൂടാതെ PDF സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്യുവാനായി ആണെങ്കിൽ PDF പ്രിൻ്റ് എന്ന ഫോർമാറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ JPG സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇവിടെ ഫയൽ സൈസൊക്കെ കൂട്ടുവാനും ക്വാളിറ്റി കൂട്ടുവാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് പ്രോ വേർഷൻ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്, ഫ്രീ വേർഷന് ലഭ്യമല്ല. നമുക്കിത് JPG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ ഡൗൺലോഡ് പൂർത്തിയായിട്ടുണ്ട്. ഇങ്ങനൊരു മെസ്സേജ് വന്നു. നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത ഫയൽ ബ്രൗസറിൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് ഏത് ഫോൾഡറാണോ കൊടുത്തിട്ടുള്ളത് അവിടെ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഈ ഫയലൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയ ആ ഒരു ഇമേജ്. ഓക്കെ, മലയാളത്തിൽ നല്ല ഫോണ്ടാണ്. ഇത് നമുക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാൻവയിൽ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ ഗ്രീറ്റിംഗ് കാർഡ് ഡിസൈൻ ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.